കയ്യടി ഏറ്റവും കൂടുതൽ നേടിയത്, ഞാൻ തിയേറ്ററിൽ ഈ സിനിമ കണ്ടുപോകും, കയ്യടി ഏറ്റവും കൂടുതൽ കിട്ടിയത് മോഹൻലാലിൻ്റെ കഥാപാത്രത്തിനാണ്. ഞാൻ ആലോചിച്ചു, മോഹൻലാലിൻ്റെ കഥാപാത്രത്തിന് മാത്രം ഇങ്ങനൊരു കയ്യടി കിട്ടണമെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? ശരിക്കും നമുക്ക് കയ്യടിക്ക് തോന്നണ്ടേ? മമ്മൂട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ദിലീപ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, സുരേഷ് ഗോപി ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപിയും കയ്യടി കിട്ടാൻ അവസരമൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ സുരേഷ് ഗോപിക്ക് കയ്യടി കിട്ടുമെങ്കിൽ സുരേഷ് ഗോപി പലപ്പോഴും ഇപ്പോഴും സുരേഷ് ഗോപി ഒരു സിനിമയുടെ ഹാങ് ഓവറിലാണ് സുരേഷ് ഗോപി ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുരേഷ് ഗോപി ഇപ്പോഴും ഒരു IPS ഉദ്യോഗസ്ഥനെ പോലുള്ള കഥാപാത്രം അങ്ങനെയാണ് എന്ന് വിചാരിക്കുകയാണ്. നന്നായി. വീണ്ടും നമ്മൾ ഈ നോക്കി ചർച്ച ചെയ്യപ്പെടുമ്പോൾ എപ്പോഴും പല തിയേറ്ററുകളിലും പലരുമായും ബന്ധപ്പെട്ടപ്പോൾ ഈ മോഹൻലാലാണ് ഇവരൊക്കെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് ഈ കയ്യടി വാങ്ങി ദേവരാജവർമ്മയുടെ കഥാപാത്രത്തെ മുന്നോട്ട് കൊണ്ടുപോയെന്ന് പറയുന്നത്. അത് തുടരെ കണ്ടപ്പോൾ എനിക്കത് ശരിയാണെന്ന് തോന്നി. കാരണം അതെല്ലാം വളരെ നിസ്സാരമായിട്ട് നമ്മൾ ആ കഥാപാത്രം നിസ്സാരമായിട്ടാണ് അവതരിപ്പിച്ചു തോന്നി. പക്ഷെ അത് വളരെ വിഷമം പിടിച്ച റോളാണത്.